ആലപ്പുഴ സെന്റ് മൈക്കിൾ കോളേജിന് സമീപം ദേശീയപാതയിൽ വലിയ ഗർത്തം രൂപപ്പെട്ടു. ഇതോടെ ദേശീയപാതയിൽ ഗതാഗതം തടസ്സപ്പെട്ടു. ഇന്ന് വൈകിട്ട് 6 മണിയോടെയാണ് ഈ ഗർത്തം രൂപപ്പെട്ടത്. ഷാജഹാൻ ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി. ഷാജഹാൻ, എങ്ങനെയാണ് സംഭവം? വാഹനങ്ങൾ പൊക്കോണ്ടിരിക്കുന്ന സമയത്താണോ ഈ ഒരു ഗർത്തം രൂപപ്പെട്ടത്? എന്തെങ്കിലും അപകടം സംഭവിച്ചിട്ടുണ്ടോ? സിന്ധൂരി, വലിയൊരു അപകടം സംഭവിക്കാനുള്ള സാധ്യതയാണ്. വലിയ ഒരു താഴ്ചയുള്ള ഗർത്തമാണ് രൂപപ്പെട്ടിരിക്കുന്നത്. ബൈക്ക് യാത്രക്കാരൊക്കെ ആ വഴി വന്നു കഴിഞ്ഞാൽ ബൈക്കും യാത്രക്കാരനും പൂർണ്ണമായിട്ടും ഉള്ളിലേക്ക് പോകുന്ന ഒരു സ്ഥിതിവിശേഷമാണ്. അതിന് തൊട്ട് പിന്നിൽ ഒരു ബൈക്ക് യാത്രക്കാരനുണ്ടായിരുന്നു. അദ്ദേഹമാണത് കണ്ടത്. അതിന് മുൻപായിട്ടൊരു KSRTC ബസ് പാസ് ചെയ്ത്, അതായത് അത് കവർ ചെയ്ത് പോയതിന് തൊട്ട് പിന്നാലെയാണ് പെട്ടെന്ന് റോഡ് താഴേക്ക് ഇരുന്ന് ഒരു വലിയ ഗർത്തം രൂപപ്പെട്ടത്. ഒരു പക്ഷേ കുറച്ച് മുൻപേ ആയിരുന്നെങ്കിൽ KSRTC ബസ്സും ഒരു അപകടത്തിൽ പെടുമായിരുന്നു. കഴിഞ്ഞ ദിവസം നമ്മൾ കൊല്ലത്ത് കണ്ടതിന് സമാനമായ രീതിയിലുള്ള ഒരു വലിയ ദുരന്തം സംഭവിക്കാൻ സാധ്യതയുണ്ടായിരുന്നു. ഇപ്പോൾ ഇവിടെ നാട്ടുകാരാണ് ഇതിന് ചുറ്റുപാടും. ഇനി അത്തരം റോഡിലൂടെ, പുതിയ റോഡായതുകൊണ്ട് തന്നെ വാഹനങ്ങളൊക്കെ അതിവേഗം കടന്നു പോകുന്ന ഒരു സ്ഥലമാണ്. റോഡ് കംപ്ലീറ്റ് ചെയ്ത് വരുന്നതേ ഉള്ളൂ. പെട്ടെന്ന് നാട്ടുകാരൊക്കെ തന്നെയാണ് ഈ ഭാഗത്ത് ഇപ്പോൾ ഇത് പൂർണ്ണമായിട്ടും തടസ്സപ്പെടുത്തിക്കൊണ്ടും ഒരു അപകടം വരാതിരിക്കാനുള്ള മുൻകരുതൽ എടുത്തിരിക്കുന്നത്. സംഭവം അറിഞ്ഞ് നമ്മൾ നേരെ ഇത് മാരാരിക്കുളം പോലീസ് സ്റ്റേഷനാണെന്ന് പോലീസിനെ വിളിച്ചപ്പോൾ മാരാരിക്കുളം അല്ല, ഇത് അർത്തങ്കൽ പോലീസ് സ്റ്റേഷൻ ലിമിറ്റാണെന്നാണ് അദ്ദേഹം പറഞ്ഞത്. പെട്ടെന്ന് തന്നെ ഞാൻ അർത്തങ്കൽ പോലീസ് സ്റ്റേഷനിൽ വിളിച്ചു. അർത്തങ്കൽ CA പറഞ്ഞത് ചേർത്തല പോലീസ് സ്റ്റേഷൻ ലിമിറ്റാണെന്ന് പറഞ്ഞു. പെട്ടെന്ന് ചേർത്തല DYSP വിളിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ ഫോൺ സ്വിച്ച് ഓഫ് ആണ്. പിന്നീട് CA വിളിച്ചപ്പോൾ CA പറഞ്ഞ മറുപടിയാണ് വളരെ ദുഃഖകരമായി തോന്നിയത്. അത് പൊതുമരാമത്ത് വകുപ്പിന്റെ പണിയാണ്, പോലീസിന്റെ പണിയല്ലെന്ന്. ഇത്ര രാത്രിയിൽ പൊതുമരാമത്ത് വകുപ്പ് വന്നു കഴിഞ്ഞിട്ട് ഇത് ജോലി ചെയ്യാനിരുന്നു കഴിഞ്ഞാൽ അതുവഴി പോകുന്ന വാഹനങ്ങളും യാത്രക്കാരും ഒക്കെ തന്നെ വലിയ അപകടത്തിൽപ്പെടും. അപ്പോൾ പോലീസിന്റെ ജോലി എന്താണ് എന്നൊരു ചോദ്യമാണ് ഇപ്പോൾ ഉയർന്നു വരുന്നത്. പിന്നീട് ജില്ലാ പോലീസ് മേധാവി ഇടപെടുകയും അദ്ദേഹം വളരെ പെട്ടെന്ന് തന്നെ അതിനുള്ള നടപടികൾ എടുത്തതായിട്ട് അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും പോലീസിന്റെ ഭാഗത്തു നിന്നും ഇങ്ങനെ, ചേർത്തല പോലീസിന്റെ ഭാഗത്തു നിന്ന് ഇങ്ങനെ ഗുരുതരമായിട്ടുള്ളൊരു വീഴ്ചയും ഇതിന്റെ ഭാഗമായി വന്നിട്ടുണ്ട്. കാര്യം ഇത്രയും വലിയൊരു അപകടം സംഭവിച്ച് നമ്മളത് പോലീസിനെ വിളിച്ച് അറിയിച്ചിട്ടും പോലീസ് അതിൽ കാര്യമായിട്ട് ഇടപെടുന്ന ഒരു നടപടി നമുക്ക് കാണാൻ സാധിച്ചില്ല. അത് വളരെ ദുഃഖകരമാണ്. കാര്യം എന്തെങ്കിലും തരത്തിൽ അതൊരു അപകടം സംഭവിച്ചിരുന്നെങ്കിൽ അത് വലിയ, പിന്നീട് അതിനെക്കുറിച്ച് നമ്മൾ ദുഃഖിച്ചിട്ട് കാര്യമില്ല. എന്തായാലും സംഭവം അറിഞ്ഞ ഉടൻ തന്നെ നാട്ടുകാരാണ് അതിന് ചുറ്റുപാടുമുള്ള മറ്റ് സാധന സാമഗ്രികളൊക്കെ വെച്ച് അതിലേക്ക് ഗതാഗതം തടസ്സപ്പെടുത്തുകയും അപകടത്തിൽ നിന്നും മറ്റു വാഹനങ്ങളെ ഒഴിവാക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുകയും ചെയ്തത്. സിന്ധൂരി.